യൂറിൻ ലീക്ക് എന്ന് പറയുന്നത് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ, നമ്മുടെ കൺട്രോൾ ഇല്ലാതെ മൂത്രം അറിയാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇൻകോണ്ടിനൻസ്, യൂറിനറി ഇൻകോണ്ടിനൻസ്. യൂറിനറി ഇൻകോണ്ടിനൻസിന് എല്ലാം ഒരേ കാരണമല്ല, ഓരോ ടൈപ്പ് ഇൻകോണ്ടിനൻസ് ഉണ്ട്, ഓരോന്നിനും വേറെ വേറെ കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ ഒരെണ്ണം നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജ് ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത്. അതായത് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് സിംറ്റംസ്, രോഗത്തിൻ്റെ ഈ ഇൻകോണ്ടിനൻസ് ഒക്കെ മിക്കവാറും നമുക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങളോ അതിൻ്റെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. കാര്യം അതുപോലുള്ള ഹിസ്റ്ററിയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്, അതായത് പലരും വന്നിട്ട് ഇങ്ങനെ പറയും എനിക്ക് യൂറിനെ പാസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, വാഷ്റൂമിൽ ചെല്ലുന്നതിന് മുമ്പ് യൂറിൻ അറിയാതെ പോകും. അതാണ് അർജ് ഇൻകോണ്ടിനൻസ്. അതായത് യൂറിൻ ഒഴിക്കണം, അല്ലാത്ത സമയത്ത് ഒരു കുഴപ്പമില്ല. ഈ തോന്നൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ യൂറിൻ ഇങ്ങനെ അറിയാതെ പോകുന്നത്. ഇതിനാണ് അർജ് ഇൻകോണ്ടിനൻസ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സാധാരണ ഏറ്റവും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണമാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഏർലി സ്റ്റേജസ് ചെറിയൊരു ഇറിറ്റേഷൻ ബ്ലാഡറിലുണ്ടാകും, ബ്ലാഡറിനകത്ത് നീർക്കെട്ട് പോലെ ഉണ്ടാകും, സിസ്റ്റൈറ്റിസ് പോലെ ഉണ്ടാകും. ഈ സിസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഈ അർജ് ഇൻകോണ്ടിനൻസ് ഉണ്ട്. അതായത് ബ്ലാഡറിനകത്ത് ഒരു തുള്ളി യൂറിൻ വന്നു കഴിഞ്ഞാൽ ഉടനെ യൂറിൻ പാസ് ചെയ്യണമെന്നുള്ള തോന്നൽ വരും. ബ്ലാഡർ മൂത്രം കൊണ്ട് നിറയണമെന്നില്ല, അല്ലെങ്കിൽ അതുപോലുള്ളൊരു സെൻസേഷനൊന്നും വരത്തില്ല. ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ മൂത്രം വന്നിട്ട് ആ ബ്ലാഡറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത്, ട്രൈഗോൺ എന്ന് പറയുന്ന ഒരു ഭാഗത്തൊക്കെ വന്ന് ടച്ച് ആയാൽ അപ്പോഴത്തേക്ക് ഈ റിഫ്ലക്സ് ഇനിഷ്യേറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് യൂറിൻ വന്ന് വരുമ്പോഴത്തേക്ക് ആ റിഫ്ലക്സ് വന്ന് ഇറിറ്റേഷൻ കൊണ്ട് യൂറിന് പെട്ടെന്ന് ഒഴിക്കണമെന്ന് തോന്നുക. അപ്പോഴത്തേക്ക് നമ്മൾ ബ്ലാഡർ അങ്ങ് ചുരുങ്ങും, നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ തന്നെ ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്യും, ബ്ലാഡറിന് നെക്ക് ഓപ്പൺ ആകും. ഇതാണ് നോർമൽ മെക്കാനിസം. ബ്ലാഡർ കൺട്രാക്ട് ചെയ്ത് ബ്ലാഡർ നെക്ക് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് യൂറിൻ പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒഴിക്കണമെന്ന് തോന്നിയാൽ വേണേൽ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചെല്ലുന്നിടം വരെ നമുക്ക് മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റും. പക്ഷേ അർജ് ഇൻകോണ്ടിനൻസ് വന്നു കഴിഞ്ഞാൽ മൂത്രം പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റത്തില്ല. ചെല്ലുന്നതിന് മുമ്പേ തുണിയൊക്കെ നനയും, ചിലപ്പോൾ ഫ്ലോറിലൊക്കെ മൂത്രം തുള്ളിയായിട്ട് വീണെന്നിരിക്കും. ഇതിന് ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ട്. ഇൻഫെക്ഷൻ ആയതിൽ ഒരെണ്ണമാണ്. ചിലപ്പോൾ സ്റ്റോൺ, എവിടെയെങ്കിലും കിഡ്നിയിലോ യൂറിറ്റിലോ ഉള്ള ഒരു സ്റ്റോൺ ബ്ലാഡറിലോട്ട് വന്നു കഴിഞ്ഞാൽ, ബ്ലാഡറിൽ വരുമ്പോൾ അതൊരു ഇറിറ്റേഷനായി. അപ്പോൾ ബ്ലാഡറിൽ ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്ക് അതിനൊരു സ്റ്റിമുലേഷൻ വന്നു, അപ്പോൾ യൂറിൻ പിടിച്ചു വയ്ക്കാൻ വയ്യ. സ്റ്റോൺ ഇതിന് മറ്റൊരു കാരണമാണ്. പിന്നെ വളരെ ചുരുക്കമായിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നെഗറ്റീവ് ആണെന്ന് തോന്നിയാൽ തന്നെ ചില പ്രത്യേക അസുഖങ്ങൾ, ഈ ബ്ലാഡറിൻ്റെ കൺട്രാക്ഷൻ കൂട്ടുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ചെറിയൊരു സ്റ്റിമുലേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്യും. മൂത്രം നിറയണമെന്നില്ല, ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം ഇങ്ങനെ പോകും. ഇതിൽ ഏതാണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങളും. ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മളത് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം, സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ റിമൂവ് ചെയ്യണം, എന്നാലേ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയുള്ളൂ. അല്ല വേറെ അതുപോലുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ സിസ്റ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ റെയറായിട്ടുള്ള ചില അസുഖങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ വെളിയിൽ ഇത് പല കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഇതുപോലുള്ള ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തോന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇതൊരു മാറാത്ത അസുഖമല്ല. അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അസുഖം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.